ശിവരാജ് ഗോകുൽ ആരോപണമാകാതിരിക്കുന്നില്ല. ശരിയാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു, എല്ലാം കടപൂട്ടി, സുരേഷ് ഗോപി വിജയിച്ചു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. പക്ഷേ ഈ അവിടുത്തെ വിലാസത്തിൽ പേര് ചേർത്തത്, അതിനെക്കുറിച്ചുള്ള ആരോപണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മഞ്ജുഷേ, ഇതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്. ശ്രീ സമ്പത്ത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വിജ്ഞാനത്തിനെയോ അനുഭവ സമ്പത്തിനെയോ ഒന്നും കുറച്ച് കാണുവാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. അത് മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഏറ്റവും മാന്യമായ മുഖങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർ പാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ച് അഗ്രസീവായി പോകുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 2024 നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 4 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നിരുന്നു കള്ള വോട്ട് ആരോപണത്തിൻ്റെ പേരിൽ. ആ കള്ള വോട്ട് ആരോപണം വന്നിരിക്കുന്നത് തൃശ്ശൂരിലൊന്നുമല്ല. ഇവരുടെ ഈ പറയുന്ന സോക്കോൾഡ് മിഷണറി മുഴുവൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൃശ്ശൂരിലെ ഒരു ബൂത്തിലെങ്കിലും കള്ളവോട്ട് ആരോപണത്തിൻ്റെ പേരിൽ ഒരു റീപോളിംഗ് നടത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചില്ല? കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് CPM. കേരളത്തിൽ വലിയ ജനപിന്തുണയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മഞ്ജുഷേ, കള്ള വോട്ടോ വ്യാജ വോട്ടോ ഇനി അല്ലാത്ത വോട്ടോ വേറെന്ത് വോട്ടോ ഈ പറയുന്ന ഇപ്പൊ കുറച്ചു നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ് സ്ത്രീയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, സുന്ദരിയായ യുവതിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വിടനെ ഏൽപ്പിക്കുന്ന പോലത്തെ പണി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാരുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കല്യാശ്ശേരിയിലെ 19-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണത്തിന്റെ പുറത്ത്, ആരോപണമല്ല അത് ശരിയാണെന്ന് തെളിയുകയും അവിടെ റീപോളിംഗ് നടക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നാം പ്രതി ആരാ? ഒന്നാം പ്രതി എന്ന് പറയുന്നത് LDFന്റെ ബൂത്ത് ഏജന്റാണ്. 6 പേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇവര് നമ്മളോട് പറയുന്നത് ഇവരെന്തോ വലിയ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണെന്നും ഇവരെല്ലാവരും കൂടി ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വാർത്ത് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണെന്ന്. ഞാൻ എതിർത്തിരുന്നു. യുവരാജ് ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യത്തെ ഒന്ന് ഫ്ലാറ്റിൽ ഇത്രയധികം വോട്ടുകൾ അല്ലെ, അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് അത്രയും വോട്ടുകൾ ചേർത്തത്, പിന്നെ അവിടെ താമസിച്ചിട്ടില്ല, പിന്നെ സുരേഷ് ഗോപിയുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരന്റെ വോട്ടുകൾ. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷ. എനിക്കൊരു സംശയമില്ല, ചേർത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ, അതുകൊണ്ട് തന്നെയാണ് സമ്പത്തിന്റെ മണ്ഡലമായ ആറ്റിങ്ങൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ഡിബേറ്റിന് ഇരിക്കുന്നതാണ്. ഇന്ന് വരെയും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി പോയിട്ടില്ല എന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷേ അങ്ങേക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് എല്ലാം തന്നെ വ്യക്തമായിട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളാണ്, ആഗ്രഹിക്കുന്ന ആളാണ്, വരികയും ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 മുന്നണികളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. ഇന്നിപ്പോൾ അതേ മുസ്ലിം ലീഗ് അവർക്കെതിരായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. എന്താണ്, കോഴിക്കോട് ഒറ്റ വിലാസത്തിൽ മാത്രം 327 വോട്ടുകൾ ചേർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ അത് 327 വോട്ടുകൾ ഒറ്റ വീടിനകത്ത് മാത്രം ചേർപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അടൂർ പ്രകാശ് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശ്രീ സമ്പത്ത് കാലാകാലങ്ങളായിട്ട് ആറ്റിങ്ങലിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കള്ള വോട്ട് അവിടെ ചേർത്തിരിക്കുന്നതിന്റെ ബലത്തിൽ മാത്രമാണെന്ന്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കലും ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല തോൽക്കുന്നത് എന്നുള്ളൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം എന്താണ്? സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തൃശ്ശൂരിൽ വോട്ടുണ്ടാണ്. ശരിയാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 11 പേരും തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്? കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വീടുണ്ടായിരുന്നു. ആ വീടിനകത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താമസിക്കുവാൻ കഴിയും. 6 മാസത്തിന് മുകളിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ വാടക ചീട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വോട്ട് ചേർപ്പിക്കാമെന്നേ. അത് നമുക്കറിയാം. ശാസ്തമംഗലത്ത് അദ്ദേഹത്തിന്
വോട്ടുണ്ട്, അദ്ദേഹം അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അത് കള്ള വോട്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. രണ്ടിടത്ത് പാടില്ല, അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ. രണ്ടിടത്ത് പാടില്ല. നമുക്കൊരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല ഞാൻ തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം പല ആളുകൾക്കും അങ്ങനെ രണ്ടിടത്തുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അവരത് വോട്ട് ചെയ്യാറില്ല, പക്ഷെ അവർ ചേർക്കാൻ പാടില്ല. ഡിബേറ്റ് ബഹളത്തിലേക്ക് പോകും. വിശദമായിട്ട് കാര്യം പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ണികൃഷ്ണ മാസ്റ്റർ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് സുരേഷ് ഗോപിക്കൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ താമസമുണ്ട്. അദ്ദേഹം 6 മാസത്തിന് മുകളിൽ ആ വീട്ടിൽ താമസമുണ്ട് എന്നുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിലാസത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവിടേക്ക് വോട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നേ. ഈ 10, 25, 50 നേതാക്കൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവരൊരു 6, 7 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ഈ 10, 50 പേര് അവിടെ വോട്ട് ചേർപ്പിച്ചത് കൊണ്ടാണോ ഇവിടെ 75,000 വോട്ടിന് ഇദ്ദേഹം തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോഴാണ് ഒരു ഓഫീസ് സംവിധാനം അല്ലാത്ത രീതിയിലാകുന്നത്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് സെക്രട്ടറിമാരുണ്ടാകുന്നത്. അതിന് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അനുജനായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് അനുജനും താമസിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇപ്പോൾ 2024 ആലത്തൂർ മണ്ഡലത്തിലെ തൃശ്ശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരുണ്ട് ഒരേ സമയം. ഈ ഷാജി എന്നയാളുടെ ഷാജി വരവൂർ അല്ലെ, ഷാജിക്കും 2 വോട്ടുണ്ടായിരുന്നു. 2 വ്യത്യസ്ത മേൽവിലാസം. ആലത്തൂരിൽ 11, തൃശ്ശൂരിൽ 37 ബൂത്തിലുമായിരുന്നു. അപ്പോൾ ഇതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കാര്യം സമ്മതിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഷാജി തന്നെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹം ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂരിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹം താമസിച്ചിരുന്ന വാടക വീട്ടിൽ വോട്ട് ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയ്ക്ക് തൃശ്ശൂരിലേക്ക് മാറി താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കുടുംബമായിട്ട് അങ്ങോട്ട് മാറുന്ന പരിപാടി അദ്ദേഹം ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം ആലത്തൂരിൽ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല, 2 വോട്ടുണ്ടായിരുന്നു എന്നുള്ള സാങ്കേതിക പ്രശ്നം ഇതാണ്. സാങ്കേതിക പ്രശ്നം സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുന്നത്. അവിടുത്തെ പേര് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റാണ്. ശാസ്ത്രപകലത്തുമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ 115 ബൂത്തിലും സുരേഷ് ഗോപിക്കുണ്ട്. മഞ്ജുഷ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പലതരത്തിൽ കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ്. തലയ്ക്ക് മീതെ നിന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ നിയമത്തിന്റെ നൂലാമാലകളിലോ അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കോ ഒക്കെ ഇറങ്ങിപ്പോകുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. സ്വാഭാവികമായിട്ടും ചെയ്യാനുള്ള പണി ഒരു വശത്തുകൂടി ചെയ്തു പോകുന്നുള്ളൂ. ഇതൊക്കെ ഇത്ര വലിയൊരു വിവാദമായിട്ട് മാറും എന്നുള്ള കാര്യം പിന്നീടല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് 2 മണ്ഡലങ്ങളിൽ വോട്ടുണ്ട് എന്നുള്ള, 2 ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ BJP പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ. ചിലപ്പോൾ അദ്ദേഹം ഒരിടത്ത് ചേർപ്പിച്ചിട്ടുണ്ടാവും. മാത്രവുമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനല്ലല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് 2 വോട്ടിന്റെ കാര്യം പറഞ്ഞു വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ലേ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലല്ലേ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് ഈ വോട്ട് ചേർപ്പിക്കുന്ന പ്രക്രിയ തന്നെ വ്യത്യസ്തമായിട്ട് പോകുന്നത്. രണ്ട് വോട്ടർ പട്ടികയിലും പേരുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശാസ്ത്രമംഗലത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശാസ്ത്രമംഗലത്ത് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അതിൽ മാറ്റിയിട്ടില്ല. അതിപ്പോൾ ശരിയാണ്, രമേശിന്റെ കാര്യത്തിലും ശരിയാണ്. സേനാപതി രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായിട്ട് പോയിട്ട് 2 സ്ഥലത്ത് വോട്ട് ചേർപ്പില്ല പറയുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ കാലങ്ങളോളം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം വീട് സ്വന്തമായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് ചിലപ്പോൾ 2 സ്ഥലത്ത് നമുക്ക് വോട്ട് കിടക്കും. ഒരെണ്ണം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നതായിരിക്കും, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സ്വാഭാവികമായിട്ട് ഇത് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവനും മനസ്സിലാകുന്ന ഒരു വിഷയം മാത്രമാണത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് വന്നിട്ട് ഇന്നിപ്പോൾ വയനാട്ടിൽ 93,000 വോട്ടുകളിൽ ക്രമക്കേടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്രത്തിൽ അനുരാഗ് താക്കൂർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എവിഡൻസ് മുമ്പിൽ വയ്ക്കാനും തയ്യാറാണ്. റായ്ബറേലിയിൽ 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. വയനാട്ടിൽ 93,000,
റായ്ബറേലിയിൽ 3 ലക്ഷത്തിന് പുറത്ത്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും അത്തരത്തിലുണ്ട്. അപ്പോൾ ഇതിനെ മുഴുവൻ ഒരു വലിയ പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കിയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തീർത്തോട്ടെ, ഒറ്റ കാര്യം കൂടി. ഇവരുടെ ഉദ്ദേശം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? വാരണാസിയിലെ ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ 50 പേർക്ക് ഒരു അച്ഛൻ എന്നും പറഞ്ഞിട്ടാണ് VT ബൽറാം വന്നിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് അത്? ഒരു അച്ഛനല്ല, അദ്ദേഹം ഗാർഡിയനാണ്, ഒരു ആശ്രമമാണ്, മഠാധിപതിയാണ്. അപ്പൊ മഠാധിപതിയെ ഗാർഡിയനായിട്ടായിരിക്കും അവിടെയുള്ള ഈശ്വരൻ. പോത്തങ്കോട് എത്തിക്കഴിഞ്ഞാൽ മാണിക്കൽ പഞ്ചായത്തിനകത്ത് ശാന്തിഗിരി ആശ്രമത്തിനകത്ത് കരുണാകര ഗുരുവിനെയാണ് ഗാർഡിയനായിട്ട് വരുന്നത്. 244 വോട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ പല കന്യാസ്ത്രീ മഠങ്ങളിലും പോയി കഴിഞ്ഞാൽ സുപ്പീരിയർ ആണ്. ഞാൻ ഈ പോയിന്റ് ഫിനിഷ് ചെയ്തോട്ടെ. 10 സെക്കൻഡ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. VT ബൽറാമിന് ഈ വിവരം കൊടുത്തത് വാരണാസിയിലുള്ള കോൺഗ്രസ്സുകാരായിരിക്കുമല്ലോ. എന്തിനാ ഇത് കൊടുക്കുന്നത്? അവർക്ക് വാരണാസിയിലുള്ള അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. പകരം എന്തിനാണ് കേരളത്തിലിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ കൺഫ്യൂഷന്റെ പുറത്ത് പ്രചരണം നടത്തുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക.